ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായ എഗ്ഗ് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒരു 3 കപ്പ് ചെറിയ ബസുമതി അരി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗ്രാമ്പൂ പട്ട ഇതെല്ലാം ചതച്ച് അതിൻ്റെ പൊടി, പിന്നെ പോരാതെ തന്നെ ഖട മസാലയായിട്ട് ഗ്രാമ്പൂ പട്ട ഏലം ഇതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത്, പിന്നെ 2-3 ബേ ലീവ്സിൻ്റെ ഇല, പിന്നെ പുതിന ഇല, പിന്നെ ഓപ്ഷണലായിട്ട് മാഗി ക്യൂബ്. അത് തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ ചീഞ്ചട്ടിയിലാണ് ഞാനിന്നിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോൾ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടെ. എന്നിട്ട് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കത് കോരി മാറ്റിയിട്ട് ഈ ചീഞ്ചട്ടിയിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഖട മസാല എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5-10 കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ഈ അരി കഴുകിയതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അരിയുടെ ആ ഒരു സ്റ്റിക്നെസ് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഏത് കപ്പിനാണോ നമ്മൾ അരി അളന്നെടുത്തത് അതേ കപ്പിന് തന്നെ നമുക്ക് വെള്ളം കൂടി ഇതിനകത്ത് ആവശ്യം കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗരം മസാല പൊടികളെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മാഗി ക്യൂബും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. നന്നായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഗ്യാസ് കുറച്ച് വെച്ച് നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൻ്റെ സ്റ്റീം എസ്കേപ്പ് ആയി പോകും. അപ്പോൾ അത് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒന്ന് കവർ ചെയ്ത് ഒരു ജസ്റ്റ് 5 മിനിറ്റ് ലോ ആയിട്ട് സിമ്മിലിട്ടൊന്ന് വേവിച്ച് കൊടുക്കാം. എന്നിട്ടത് കവർ ചെയ്ത് അടച്ച് ഒരു 5 മിനിറ്റത്തിന് വിട്ടേക്കുക. ടേസ്റ്റി ആയിട്ടുള്ള എഗ് ബിരിയാണി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.